ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മളൊരു കണക്ക് കണ്ടത്, ഓണത്തിന് തൊട്ട് മുമ്പ് നമുക്ക് കഴിഞ്ഞ വർഷം അനുവദിച്ച 9,000 കോടിയുണ്ട് എടുക്കാം. പക്ഷെ കേന്ദ്ര ഗവൺമെന്റ് എടുക്കാൻ സമ്മതിക്കുകയില്ല. കഴിഞ്ഞ വർഷം നിങ്ങൾ എടുത്തോളം പറഞ്ഞ് അനുവദിച്ചതാണ്, സാങ്കേതികമായ കാരണങ്ങൾ കൊണ്ട് എടുക്കാൻ പറ്റിയില്ല. ഇപ്പൊ ഈ പ്രാവശ്യം എടുക്കാൻ ചെല്ലുമ്പോൾ തരണ്ടേ? എടുക്കാൻ പറ്റിയില്ല. എന്താ ഉദ്ദേശം? ഓണത്തിന് പെൻഷൻ, ഓണത്തിന് അവർക്ക് ബോണസ് കൊടുക്കരുത്, ഓണത്തിന് സഹായങ്ങൾ നൽകരുത്, മാവേലി സ്റ്റോറിൽ അരി ഉണ്ടാകരുത്. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ രാഷ്ട്രീയ ഉദ്ദേശമാണ്. അല്ലെങ്കിൽ എന്തുകൊണ്ട് ഈ വർഷത്തെ 37,000 കോടി എടുക്കാന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പൊ കഴിഞ്ഞ വർഷത്തെ 9,000 കോടിയുണ്ട്, ഈ വർഷത്തെ 37,000 കോടി കേന്ദ്ര ഗവൺമെന്റ് തന്നെ അനുവദിച്ചത് കിടക്കുന്നുണ്ട്. എന്തുകൊണ്ട് ആവശ്യമായ പണം എടുക്കാൻ അനുവദിക്കുന്നില്ല? വളരെ പ്രസക്തമല്ലേ. ഇതിനോടൊപ്പം കേരളത്തിൽ UDF നിൽക്കുകയാണ്. ഇതിന് എല്ലാവിധമായ സഹായവും മാധ്യമങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. എന്നാ മാധ്യമം അങ്ങനെ ചെയ്യുന്നത്? മാധ്യമത്തിന് ഞാൻ കുറ്റം പറയുന്നില്ല. മാധ്യമത്തിന്റെ മുതലാളിമാരെന്ന് പറയുന്നത് കോർപ്പറേറ്റാണ്. ഇതിനകത്തെ ജീവനക്കാർ പാവങ്ങളാണ്. ഇവരെ കാണുമ്പോൾ നമുക്ക് പലപ്പോഴും ചിരിയാ വരുന്നത്. എന്താ കാര്യം എന്നറിയാമോ? വേറൊന്നുമല്ല, അവർക്ക് സത്യം അറിയാമെങ്കിലും പറയാൻ പറ്റില്ല. പറഞ്ഞാൽ നാളെ ജോലി ഉണ്ടാവില്ല. ആ പ്രശ്നമുണ്ട്. അവരും ജോലി എടുക്കുന്നത്, ഉള്ള സത്യം പറഞ്ഞാൽ നാളെ ജോലി ഉണ്ടാവില്ല. അതുകൊണ്ട് സമർത്ഥമായി നമുക്കെതിരായി പറഞ്ഞ് ജീവിക്കുക എന്നുള്ള സമീപനമാണ് മാധ്യമ പ്രവർത്തകർ എടുക്കുന്നത്. എന്ന് പറഞ്ഞാൽ അവർ കോർപ്പറേറ്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്യുന്നു. ഇപ്പൊ ഇതിന്റെ എല്ലാം ഏതിപ്പോ നമ്മുടെ കൈരളിയൊക്കെ കഴിച്ച ബാക്കിയുള്ളതിന്റെ എല്ലാം മഹാഭൂരിപക്ഷം ഷെയറും ഇന്ത്യയിലെ കോർപ്പറേറ്റ് മുതലാളിമാരുടെ ഷെയറാണ്. അതുകൊണ്ട് അവർക്ക് അങ്ങനെയേ പറയാൻ പറ്റുള്ളൂ. അവര് വാർത്തകൾ സൃഷ്ടിക്കുന്നത് അപ്പുറത്തു നിൽക്കുന്ന സമ്പന്ന വിഭാഗത്തിനു വേണ്ടിയാണ്. അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം, ആ കോർപ്പറേറ്റുകളെ സംബന്ധിച്ചിടത്തോളം ബദൽ നയം ആവിഷ്കരിച്ച് പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് തകരണം. എങ്കിൽ മാത്രമേ അവരുദ്ദേശിക്കുന്നത് പോലെ സുലഭമായി കേരളത്തിലും അവർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം വിജയകരമായി ചൂഷണം ചെയ്യാൻ പറ്റൂ. അതിനനുയോജ്യമായ രൂപത്തിലുള്ള ഒരു മണ്ണ് കേരളത്തിൽ ഒരുക്കുന്നതിന് വേണ്ടിയാണ് ഈ വാർത്തകൾ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി പടച്ചുവിടുന്നത്. അല്ലെ, ഇന്നലെ രസകരമായൊരു പത്രസമ്മേളനത്തിൽ ഒരു വിദ്വാൻ പറയുന്നത് കേട്ടത്, എനിക്ക് പാവപ്പെട്ട സഖാക്കളോടൊന്നും ദേഷ്യമില്ല, ഇതിന്റെ നേതാക്കന്മാരോട് മാത്രമേ ഉള്ളൂ. അല്ലെ, നേതാക്കന്മാരെ ശരിപ്പെടുത്തിയാലല്ലേ ബാക്കി ശരിപ്പെടുത്താൻ എളുപ്പമെന്നുള്ള കാര്യം വളരെ നന്നായി അല്ലെ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാവൂലേ? ഇത് തന്നെയല്ലേ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ പിണറായി വിജയന് നേരെ ആക്ഷേപം ഉന്നയിക്കുന്നത് എന്തുകൊണ്ടാണ്? കേരളത്തിൽ ഒരു പ്രതിസന്ധി നേരിട്ട ഘട്ടത്തിൽ ആ പ്രതിസന്ധിയെ അതിജീവിച്ച് കേരളത്തിലെ ഒരു വലിയ സംവിധാനത്തെ ഇന്നത്തെ നിലയിലോട്ട് വളർത്തിക്കൊണ്ടുവരാനും കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് 2 ടേം കേരളത്തിൽ ഭരണം നടത്താനുമുള്ള സാഹചര്യം ഒരുക്കിയതിന്റെ നെടുനായകത്വം വഹിച്ചത് പിണറായി ആയതുകൊണ്ട് പിണറായിയെയും പിണറായിയുടെ കുടുംബത്തെയും ആക്രമിച്ച് ശരിപ്പെടുത്തി ഇല്ലാതെയാക്കി ഈ പ്രസ്ഥാനത്തെയും കേരളത്തിലെ പുരോഗമന പ്രസ്ഥാനത്തെ തകർക്കുക എന്നുള്ളത് അവരുടെ അജണ്ടയാണ്. ആ അജണ്ടയാണ് നടപ്പിലാക്കുന്നത്. ആർക്കാ ഇത് മനസ്സിലാവില്ലാത്തൊരു വല്ലവരുണ്ടോ? ചിന്തിക്കുന്നവർക്ക് പെട്ടെന്ന് മനസ്സിലാവും കാര്യം. രോഗം ഇതാണെന്ന് തുടങ്ങിയത് ഇന്നാണോ? ഇന്നല്ലല്ലോ. ഒരു 30 വർഷക്കാലത്തെ ചരിത്രം എടുത്തു നോക്കിയേ. ഒരു മനുഷ്യനെ വേട്ടയാടുന്നത്. കോടതി ചെന്നപ്പോ കോടതി എന്താ പറഞ്ഞത്? ഈ മനുഷ്യനെ, പിണറായി എന്ന് പറയുന്ന മനുഷ്യനെ രാഷ്ട്രീയമായി ഇല്ലാതെയാക്കുന്നതിനു വേണ്ടിയാണ്, നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം ആക്ഷേപങ്ങൾ ഉയർത്തിക്കൊണ്ടുവന്നിരിക്കുന്നത് എന്ന്. പക്ഷെ എന്നാലും പുതിയ പുതിയ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഏതെങ്കിലും കാര്യത്തിൽ കഴമ്പുണ്ട് എന്ന് പറയാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഉണ്ടോ? 29 പ്രാവശ്യം CBI കേസ് മാറ്റി വെച്ചിരിക്കുന്നത് സുപ്രീം കോടതിയിൽ. വരില്ല. ഇന്ന് സുപ്രീം കോടതി എന്താ പറഞ്ഞേ? ഇതുവരെയൊക്കെ ഉള്ളത് ഞങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്, പുതിയ കാര്യമൊന്നുമില്ല, ഇതിനെപ്പറ്റി എന്തെങ്കിലും പറയാനുണ്ടേ പറയാൻ. അവർക്കൊന്നും പറയാനില്ല. അതുകൊണ്ട് കേസ് അവർക്ക് വേണ്ട, അവർ തന്നെ അവധി ചോദിക്കുക. ഞാൻ പറയുന്നത് പിണറായി വിജയന്റെ വക്കീലൊന്നുമല്ല അവധി ചോദിച്ചുകൊണ്ടിരിക്കുന്നത്, CBI അവധി ചോദിച്ചുകൊണ്ടിരിക്കുന്നത് 29 പ്രാവശ്യം. എടുക്കാൻ പേടിയാണ്, മനസ്സിലായില്ലേ? എന്നാലും പിണറായി അല്ലേ ഏറ്റവും മോശക്കാരൻ? അല്ലെ? അങ്ങനെയല്ലേ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? എന്തുകൊണ്ട്? ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
അതുകൊണ്ട് നേതൃത്വത്തെ ശരിപ്പെടുത്തിയാൽ ഇവിടെ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ശരിപ്പെടുത്താൻ എളുപ്പമാണ് എന്ന കുറുക്കു വഴിയാണ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് കേന്ദ്ര ഭരണകൂടവും അതോടൊപ്പം തന്നെ ഇവിടുത്തെ UDF-ഉം വലതുപക്ഷ ശക്തികളും വലതുപക്ഷ മാധ്യമങ്ങളും എടുക്കുന്ന സമീപനം ഒരു പുല്ലും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള കാര്യം അവര് ഓർത്തു പോകുന്നത് നല്ലതാണ്. അതിനൊക്കെയുള്ള കരുത്തും തന്റെ ഇടവും കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിനുണ്ട്, തൊഴിലാളി പ്രസ്ഥാനത്തിനുണ്ട്. ആ തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ സമരത്തിന്റെ തീച്ചുളയിലൂടെ വളർന്നു വന്നതാണ് കേരളത്തിലെ ഇടതുപക്ഷ മതേതര പ്രസ്ഥാനം എന്ന് പറയുന്നത്. ആ പ്രസ്ഥാനത്തെ അങ്ങനെ വെറുതെ ഒരു വാർത്തയൊക്കെ കൊടുത്തങ്ങ് തകർക്കാമെന്ന് വിചാരിച്ചാൽ അതൊന്നും പാസ്സാവില്ല എന്നുള്ള കാര്യം ഈ സന്ദർഭത്തിൽ ഭംഗ്യം വരെയാണ് പറയാൻ ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തുന്നത്.